വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസിൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, കേട്ടു, പറഞ്ഞതെല്ലാം കേട്ടു, പക്ഷേ അതിൽ ഒരു ഡയലോഗ് എനിക്കങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ നടു നിവർന്ന് നടക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളത്. പക്ഷേ അത് നടക്കില്ല. ഈ നടു നിവർന്ന് നടക്കുന്നത് ആ നല്ല നട്ടലുള്ള പിന്നെ ആണുങ്ങളുടെ ശീലമാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ വിഷ്ണുവും പെടുന്നത്. അതുകൊണ്ട് അത് നടക്കില്ല സാറേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ചന്ദ്രബോസ് ആ ഫോണൊക്കെ അങ്ങോട്ട് മേശപ്പുറത്തേക്ക് വെച്ചിട്ട്, അപ്പോൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ ചന്ദ്രബോസിൻ്റെ പത്തായത്തിലേക്ക് വന്ന് കയറിയിരിക്കുകയാണല്ലേ, നിനക്ക് ഞാൻ എല്ലാം അങ്ങോട്ട് കാണിച്ചു തരാം, നിന്നെ എവിടെ ഇട്ട് ഞാൻ ചതയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഷർട്ടിൻ്റെ കോളറിൽ അങ്ങോട്ട് കയറി പിടിക്കുന്നുണ്ട് വിഷ്ണുവിനെ. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതിനു മുന്നേ വിഷ്ണു പറയുന്നുണ്ട്, വിഷ്ണു ആണെങ്കിൽ എത്ര ഉരച്ചാലും പിന്നെ തീ അങ്ങോട്ട് അണയത്തില്ല, അതങ്ങോട്ട് തീ പാറത്തേ ഉള്ളൂ, അതാണ് ഈ വിഷ്ണു എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ചന്ദ്രബോസിനെ കോളർ കയറി പിടിക്കുന്നത്. അന്നേരം കമലം വരുന്നുണ്ട്, സാറേ എന്നും പറഞ്ഞ് കൈയൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് വരികയാണ്. അതെ, ആശാൻ്റെ കൂടെ എന്നെ കൂടെ എവിടെയെങ്കിലും പിടിച്ചിടണം, പിന്നെ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട, ഇത്തിരി ഭക്ഷണം വല്ലതും തന്നാൽ, കഴിക്കാൻ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുമ്പോൾ, നിനക്ക് ഞാൻ തരാമടാ, നിനക്ക് എൻ്റെ നിന്ന് കിട്ടിയതൊന്നും പോരെ, നല്ല വെറൈറ്റി ഫുഡ് അടിക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വിട്ടിട്ട് കമലൻ്റെ ഷർട്ടിനേക്ക് പിടിച്ച് ആ പോലീസുകാരുടെ ഇടയിലേക്ക് ഇങ്ങോട്ട് തള്ളുകയാണ്. ഇവരെ രണ്ടുപേരെയും കൂടി നമ്മുടെ ആ പത്തായത്തിലേക്ക്, പുതിയ പത്തായത്തിൽ ഇങ്ങോട്ട് കയറ്റിയേരാ എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ പുറത്ത് അവിടെ ശാലിനി കാറിൽ വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അതേ ചന്ദ്രബോസേ, നിൻ്റെ പുതിയ പത്തായത്തിലെ നീ മാത്രമേ കിടക്കത്തേ ഉള്ളൂ. പിന്നെ നേരത്തെ ഒരു പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ പറഞ്ഞല്ലോ, അത് ഈ തക്ഷകനാണെങ്കിൽ പുഴുവായിട്ട് വന്നു എന്നുള്ളതൊക്കെ. പക്ഷേ അതിന് വേറൊരു ക്ലൈമാക്സ് കൂടിയുണ്ട്. ഈ തക്ഷകൻ്റെ കുലം മുഴുവനാണെങ്കിൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ മകൻ അങ്ങോട്ട് മുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിദ്യ, ഈ സർപ്പത്തിൻ്റെ വിദ്യ, അതങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ, നീ എൻ്റെ തട്ടകത്തിൽ കയറി വന്ന് എന്നെ പിന്നെ മര്യാദ പഠിപ്പിക്കുന്നോടാന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിന് അങ്ങോട്ട് രണ്ട് കൈയും കൊണ്ട് അങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ് ചന്ദ്രബോസ്. അന്നേരം മിസ്റ്റർ ACP എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്. തുടർന്ന് അതേ അവിടെ എന്നിങ്ങനെ വിഷ്ണു ചൂണ്ടുകയാണ് ശാലിനി നിൽക്കുന്നിടത്തേക്ക്. അന്നേരം അറിയാതെ ശാലിനിയെ കാണുമ്പോൾ ഈ ചന്ദ്രബോസിൻ്റെ കൈയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ നിന്നും അങ്ങോട്ട് അയയുകയാണ്. എന്നിട്ട് ശാലിനി അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അത് ഇവിടെ CCTV ക്യാമറ വച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പോലീസ് മുട്ടാളന്മാരുടെ പരാക്രമങ്ങൾ നേരിൽ കാണാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ചന്ദ്രബോസ് ആണെങ്കിൽ വലിയ ഗമയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ചന്ദ്രബോസ് ഒരു കുലുക്കമില്ലാതെ നിൽക്കുകയാണ്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഞാനൊരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്, അപ്പോൾ എൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്, എനിക്ക് അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, അത് ചോദ്യം ചെയ്യാൻ എന്നിങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് അവകാശമുണ്ടോ എന്നിങ്ങനെ പുറത്തു നിന്നും കയറി വരുന്ന ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനിയെ കണ്ട് ആകെ അന്തം വിട്ട് ഈ ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ കൈ ഇങ്ങനെ പുറകെ കെട്ടി ചന്ദ്രബോസിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ എല്ലാ പോലീസുകാരും ശ്രീരഞ്ജിനി സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രീരഞ്ജിനി ചന്ദ്രബോസിൻ്റെ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കമ്മീഷണറാണ്, പിന്നെ കമ്മീഷണർ എന്ന് പറയും, ശ്രീരഞ്ജിനിയാണ് എന്നിങ്ങനെ പറഞ്ഞ് കസേരയിലേക്ക് ഇരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ പെട്ടെന്ന് ചന്ദ്രബോസ് മേശപ്പുറത്തിരിക്കുന്ന തൊപ്പിയെടുത്ത് തലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പരാക്രമങ്ങൾ, സാധാരണക്കാരോടും പരാക്രമങ്ങൾ ആരും അതിക്രമങ്ങൾ കാണിക്കുന്നവരെന്നും ഈ കസേരയിൽ ഞാൻ വെച്ച് പൊറുപ്പിക്കാറില്ല. അതിൻ്റെ ആ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളൊരു മഹത് കർമ്മം മാത്രമേ ഇനി നടക്കേണ്ടതുള്ളൂ, അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ചന്ദ്രബോസ് ഇങ്ങനെ നിൽക്കാനേ സാധിക്കുന്നുള്ളൂ, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അന്നേരം വിഷ്ണുവും കമലിനും ഒക്കെ ഇങ്ങനെ ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൊണ്ടുവാടോ അവന്മാർ എന്നിങ്ങനെ ശ്രീരഞ്ജിനി പുറത്തേക്ക് നോക്കി പറയുമ്പോൾ ഒരു പോലീസുകാരനാണെങ്കിൽ ഈ വിഷ്ണുവും ശാലിനിയും പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു സ്പിരിറ്റ് കേസിലെ ആ ഒരു രണ്ട് ഗുണ്ടകളെ ഉണ്ടല്ലോ, കൊണ്ടുവന്ന് ഇങ്ങനെ പിന്നെ ചന്ദ്രബോസിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് തള്ളുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, ചന്ദ്രബോസിനെ വരെ അറിയുമെന്ന്. അന്നേരം ചന്ദ്രബോസ് ആദ്യമൊന്നും മിണ്ടുന്നില്ല. അപ്പം ACP ചന്ദ്രബോസിനോടാണ് ചോദിച്ചത്, ഇവരെ അറിയുമോ എന്ന് പറയുമ്പോൾ, അത് മാഡം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ശ്രീരഞ്ജിനി തന്നെ പറയുന്നുണ്ട്, ചന്ദ്രബോസിനെ അറിയാമെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ആകെ അങ്ങോട്ട് ഷോക്കാവുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, 2 അടി കിട്ടിയപ്പോഴേ അവന്മാർ സമ്മതിച്ചു, ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണ് എന്നുള്ളത്. പോലീസിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് സ്ഥാനത്തിന്
അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്. തലവൻ്റെ പണി കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് വളരെ മോശമാണ്. പിന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ ലക്ഷ്യം, അല്ലാതെ അത് കൊണ്ടുപോയി വച്ചിട്ട് കണ്ടെത്തുക എന്നുള്ളതല്ല. കേസ് ഏതറ്റം വരെ പോകുമെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനെ മാത്രമല്ല സുസ്മിതയും അറിയാമെന്നും ബാക്കി കാര്യങ്ങളും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ചന്ദ്രബോസിനെ കൈയും കെട്ടി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, പിന്നെ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അതിന് പിന്നെ എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇനി സുസ്മിത, അതുകൊണ്ട് അവളുടെ കാര്യം കൂടി ബാക്കി എന്താണെന്ന് വെച്ച് ചെയ്യണം. നീതി കിട്ടേണ്ടത് സാധാരണക്കാരുടെ അവകാശം തന്നെയാണ്. അത് നടപ്പിലാക്കിയാലേ ഇവിടെ നന്നാവുള്ളൂ, എന്നാലേ ഈ നാട് നന്നാവുകയുള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനി അതെല്ലാം സമ്മതിക്കുകയാണ്. അപ്പോൾ ഇനി സുസ്മിതയുടെ നേരെയാണ് ഇവർ പോകാൻ പോകുന്നത്. ഇവരെല്ലാം സമ്മതിച്ചു കഴിഞ്ഞല്ലോ. അതിന് അന്നേരം വിഷ്ണുവും കമലിനും ബാക്കി എല്ലാവരും അങ്ങ് നിൽക്കുന്നു. ആ ഒരു സീൻ അത്രയേ കാണിക്കുന്നുള്ളൂ. ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ പിന്നെ നൂറിൻ്റെ ഏർപ്പാടിൽ ഒരു സ്ഥലത്തേക്ക് ഫുഡ് ഏർപ്പാട് ചെയ്തല്ലോ. അവിടെ അവരെല്ലാവരും ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ട് അവരും അവിടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണെങ്കിൽ നടത്തിപ്പ് ഏറ്റ ആളാണെങ്കിൽ വന്ന് സത്യഭാമയോട് പറയുന്നുണ്ട്, ഭക്ഷണം എല്ലാം നന്നായിരുന്നു, നമ്മൾ വിളിച്ചതിലും അധികം ആൾക്കാർ വന്നു, എന്നാലും തികഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾ കുറച്ച് കൂടുതൽ കരുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. പൊന്നിയും ശാന്തയും സത്യഭാമയും നൂറും ഒക്കെയുണ്ട്. തുടർന്നാണെങ്കിൽ ഇയാൾ പറയുന്നുണ്ട്, ദേ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ നേരത്തെ ഇന്നലെ ശാരദാമ്മയുടെ ഹോട്ടലിലേക്ക് വന്ന സാബു വർഗീസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതൊക്കെ കറി മസാല കൂട്ടൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ MD ആണ്, വലിയ ആളാണ്, ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് പോകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കണമെന്ന് ഈ നൂറിനോട് പറയുന്നുണ്ട്. തുടർന്ന് നൂറാണെങ്കിൽ ചെന്ന് ഈ സാബു സാറിനോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് പായസം കൂടി എടുക്കട്ടെ. അന്നേരം അയ്യോ വേണ്ട, 3 തവണയായി, വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഭക്ഷണം ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആരുടെയാണ് ഇതാണെന്ന് ചോദിക്കുമ്പോൾ ദേ സത്യാമ്മയാണ്, ദേ അവിടെ നിൽപ്പുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഈ സാബു സാറും വേറൊരു അസിസ്റ്റൻറ്റും കൂടെ ഉണ്ട്. അന്നേരം ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം നൂറ് പിന്നെ സത്യഭാമയോടൊന്ന് പറയുന്നുണ്ട്, ദേ അയാൾ ഇങ്ങോട്ടത്തേക്ക് സത്യാമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന്. അന്നേരം ഓർഡർ തരാനായിരിക്കും എന്നിങ്ങനെ പൊന്നിയും ശാന്തയും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ കാറ്ററിങ്ങുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും, ഇത് നമുക്കിനി കൂടെ കുറേ ഓർഡറൊക്കെ കിട്ടും എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാബു സാറും 1-2 പേരും കൂടി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് ഭക്ഷണമെല്ലാം നല്ലതായിരുന്നു, കറിമസാല കൂട്ടൊക്കെ നല്ല പാകത്തിനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ നന്ദിയൊക്കെ പറയുകയാണ്. ഈ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ ഒരു പുതിയൊരു കറിമസാല കൂട്ടയുടെ ലോഞ്ചിങ്ങുമായിട്ട് പ്രമാണിച്ച് ഒരു മത്സരം നടക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഈ ടീമിനെ ഒരു മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ്, വന്ന് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ പ്രൈസ് മണി ഉണ്ടോ എന്നൊക്കെ ഈ 100 ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഉണ്ട്, പിന്നെ 10 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്, നിങ്ങൾ വരണം പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു നോട്ടീസൊക്കെ ഈ സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ മത്സരം എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ആ ഒരു സമ്മതമില്ലായ്മ പോരെ. തുടർന്ന് വരണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട്, ഈ സാബു സാറൊക്കെ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സത്യാമ്മ ഞാനില്ലേ കൂടെ എന്നൊക്കെ ഇങ്ങനെ ശാന്ത പറയുമ്പോൾ അത് മത്സരമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, നമുക്ക് വേണ്ട എന്നിങ്ങനെ സത്യഭാമ അങ്ങ് കടുപ്പിച്ച് പറയുമ്പോൾ ഈ നൂറും പൊന്നിയും ശാന്തയും ഒക്കെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ ശ്യാമയും പപ്പിയും പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഈ പപ്പിക്കാണെങ്കിൽ ആകെ പനിച്ച് വിറച്ച് ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഷീറ്റ് മൂടിയ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം ശ്യാമ അടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, രോഹിത്തെ വാതിൽ തുറക്ക്, പപ്പി മോൾക്കാണെങ്കിൽ ആകെ പനിയാണ്, വിറയ്ക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും മോൾ ഇതിനകത്ത് കിടന്ന് ചാവും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ രോഹിത്ത് പക്ഷേ ഒരു കുലുക്കവും ഇല്ലാതെ വാതിൽക്കലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, അവൾ വാതിൽ തല്ലി പൊളിക്കോ എന്നുള്ളത്. അന്നേരം അവളുടെ കൊമ്പത്തെ കുഞ്ഞേച്ചി വന്ന് രക്ഷിക്കുമോ നോക്കട്ടെ എന്ന്. അന്നേരവും ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞിന് വയ്യ, പിന്നെ ഞാനും മോൾ ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ, തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ രോഹിത്തെ തുറക്ക് എന്നിങ്ങനെ സുസ്മിതയ്ക്ക് ആകപ്പാട് ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. അന്നേരം ഇല്ല, വെറുതെ വായിട്ട് അലയ്ക്കുന്നതാണ്, ചാവാനാണെങ്കിൽ അവൾ എന്നെ ചത്തേണേ എന്ന് പറയുമ്പോൾ ഇല്ല, എന്തെങ്കിലും കാണും, തുറക്ക് എന്നിങ്ങനെ സുസ്മിത നിർബന്ധമായിട്ട് പറയുമ്പോൾ രോഹിത്ത് വാതിൽ തുറക്കുകയാണ്. പക്ഷേ വാതിൽ തുറന്ന പാടെ ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ അങ്ങോട്ട് കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. താനൊരു മനുഷ്യനാണോടോ, തൻ്റെ ഹൃദയം എന്താ കരിങ്കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിക്കുന്നു, നമ്മുടെ പപ്പിമോളാണെങ്കിൽ സുഖമില്ലാതെ കിടന്ന് പനിച്ച് വിറയ്ക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് താൻ എന്താടോ കേൾക്കാത്തത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ശ്യാമയങ്ങ് ചോദിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് പിടിച്ച് രോഹിത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, തനിക്കാണെങ്കിൽ അതിനെങ്ങാണ് സമയമുണ്ടോ, ഇവളുമായിട്ട് സൊള്ളി നിൽക്കാൻ പോലും തനിക്ക് സമയം തികയുന്നില്ലല്ലോ, ഇവളാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് നിൽക്കുകയല്ലേ, എന്തിനും തയ്യാറായിട്ട് എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിതയെ ചൂണ്ടി പറയുമ്പോൾ അപ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ഇനി നീ ഇവിടെ നിന്ന് ഒരു അക്ഷരം ഇന്ത്യയിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർക്കുകയാണ് രോഹിത്ത്. അന്നേരം ശ്യാമ വേദനിക്കുന്നുണ്ട്. അതിന് വിട് എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് രോഹിത്തിനെ പിടിച്ച് മാറ്റുകയാണ്.
അന്നേരവും ശ്യാമ എവിടെ കിടന്ന് പറയുകയാണ്, പിന്നെ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം, എന്നേക്കാൾ സ്ഥാനം കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയാം എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമയോട് വേളം വെക്കുമ്പോൾ, ഇനി നീ ഒരു അക്ഷരം മിണ്ടിയുണ്ടല്ലോ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്യാമയുടെ കഴുത്തിനൊക്കെ പിടിക്കുമ്പോൾ സുസ്മിതയാണെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി നീ ഒരക്ഷരം മിണ്ടിയാൽ നിന്നെ ഇതിനകത്തിട്ട് ഞാൻ കൊല്ലും, ആരും ചോദിക്കാൻ വരില്ല എന്നിങ്ങനെ പറയുമ്പോഴാണ് ശാലിനി അകത്തേക്ക് കയറി വരുന്നത്. എങ്കിലതൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശാലിനി കയറി വരുന്നത്. പക്ഷേ ശാലിനിയെ കണ്ടിട്ടും ഈ രോഹിത്തിന് ആകപ്പാട് ദേഷ്യത്തിൽ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. സുസ്മിതയെ നോക്കി നിൽക്കുകയാണ്. അന്നേരം കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ശ്യാമയാണെങ്കിൽ ശാലിനിയെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുകയാണ്. എന്നിട്ട് പിന്നെ ശ്യാമയെ ഒന്ന് സമാധാനിപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് ശാലിനി പറയുന്നുണ്ട്, രോഹിത്തെ ആര് തൃപ്തിപ്പെടുത്താനാണ് നീ ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കുന്നത്, ഇവളെ തൃപ്തിപ്പെടുത്താനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് എൻ്റെ വീടാണ്, ഞാൻ ലേലത്തിൽ പിടിച്ച എൻ്റെ വീട്, ഇവിടെ ആര് വരണം ആര് വരണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ എൻ്റെ ഭാര്യയെ ഞാൻ ചിലപ്പോൾ തല്ലും കൊല്ലും, ഇവിടെ ഇട്ട് കൊന്നിരിക്കും. അത് ചോദിക്കാനായിട്ട് വരാനായിട്ട് ആരാണാവോ വന്നിരിക്കുന്നത് ആരാണാവോ, കളക്ട്രേറ്റും മജിസ്ട്രേറ്റും ഒക്കെ അങ്ങ് കളക്ട്രേറ്റിൽ മതി, ഇതെൻ്റെ വീടാണ്, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അത് ചോദിക്കാനുള്ള അവകാശം ആർക്കുമില്ല. ഇവിടെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിരിക്കും, ചിലപ്പോൾ അഴിഞ്ഞാടും, പിന്നെ ചിലപ്പോൾ ക്യാമറ ഡാൻസ് വരെ കളിച്ചെന്നിരിക്കും, അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ രോഹിത് അങ്ങ് ആകെ ദേഷ്യത്തിൽ അങ്ങ് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഒരു അക്ഷരം മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു അവിടെ ബൈക്കിൽ വരുന്നുണ്ട്. മുറ്റത്ത് വന്ന് ബൈക്ക് നിർത്തിയ ശേഷം വിഷ്ണു ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് താഴെ ലാൻഡിങ്ങിൻ്റെ സ്റ്റെയറിൻ്റെ ലാൻഡിങ് നിന്നുകൊണ്ട് ഡാ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ സുസ്മിതയ്ക്ക് വിഷ്ണുവിനെ കാണുമ്പോൾ ഒരു ചെറിയ പേടി തോന്നുകയാണ്. പിന്നെ രോഹിത് വിഷ്ണുവിനെയും ഒരു കുലുക്കം ഇല്ലാതെ ഭാവം മാറ്റം ഇല്ലാതെ നോക്കിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, രോഹിത് പറയുകയാണ്, അപ്പോൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള വരവാണല്ലേ എന്നിട്ട് പറയുന്നുണ്ട്, സുസ്മിതെ ഇത് നമ്മുടെ വീടാണ്, ഇത് ഞാൻ പിന്നെ ലേലത്തിൽ പിടിച്ച വീടാണ്, ഇവിടെ ആര് തീരുമാനിക്കണം ആര് വരണ്ട എന്നുള്ളതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനു മുന്നേ പിന്നെ രോഹിത് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഞാൻ പറയുന്നില്ല, ഇറങ്ങി പോകേണ്ടത് നിങ്ങളുടെ മര്യാദ, അതോ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് വിഷ്ണു കയറി വന്നിട്ട്, നീ ആരെയാടാ ഗെറ്റ് ഔട്ട് അടിക്കുന്നത്, നീ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖത്ത് ഞാൻ അടിച്ചിരിക്കും എന്നിങ്ങനെ വിഷ്ണു കൈ ഓങ്ങി പറയുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത്, ഇവിടെ നമ്മുടെ വീടാണ്, ഇവിടെ ആര് വരണം ആര് വരണ്ട എന്നൊക്കെ സുസ്മിത നിനക്ക് കൂടി തീരുമാനിക്കാം, എല്ലാത്തിനോടും ഇറങ്ങിപ്പോകാൻ പറയ് എന്നിങ്ങനെ രോഹിത് അങ്ങ് കർശനമായിട്ട് പറയുകയാണ് വിഷ്ണുവിനോടും ഈ ശാലിനിയോടുമൊക്കെ. ഈ സമയത്താണെങ്കിൽ ശ്യാമ അകത്തേക്ക് പോയിട്ട് പനിച്ച് ഇറച്ചു കിടക്കുന്ന ഈ കുഞ്ഞിനെ തോളിലെടുത്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അവൾ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞ അവൾക്കും കിട്ടും അടി എന്നിങ്ങനെ സുസ്മിക്ക് നേരെ കൈ ചൂണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിൻ്റെ ഷർട്ടിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. ഇനി നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാൽ നിനക്കും കിട്ടും അടി, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ ഒന്ന് മുന്നോട്ട് വലിച്ചിട്ട് പുറകോട്ടങ്ങ് വിടുകയാണ് വിഷ്ണു. അന്നേരം ശ്യാമ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിന് നല്ല പനിയുണ്ട് കുഞ്ഞേച്ചി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനാണ് ഇത്ര ബഹളം എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കുഞ്ഞിനെ നെറ്റിയിലേക്ക് തൊട്ട് നോക്കുന്നു. അയ്യോ നല്ല പനിയുണ്ടല്ലോ, അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അന്നേരം അയ്യോ നല്ല ചൂടുണ്ട്, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കോ, ഞാൻ വന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത് പറയുകയാണ്, കുഞ്ഞിനെയും കൊണ്ട് കളക്ടറും ഭർത്താവും മാത്രമേ പോകത്തുള്ളൂ, ശ്യാമ പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശ്യാമ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയെ ഇങ്ങനെ രോഹിത്ത് വിളിക്കുകയാണ്. അന്നേരം എന്തുവാടാ നീ കിടന്ന് തിളയ്ക്കുന്നത്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അതോ ഇനി 2 കിട്ടിയാലേ നീ അടങ്ങോളാം, മര്യാദയ്ക്ക് നിൽക്കടാന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ പിടിച്ചങ്ങോട്ട് വിഷ്ണു തള്ളുകയാണ്. എന്നിട്ട് അവരോട് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് അടങ്ങി നിൽക്കുകയാണ്. തുടർന്ന് അവരാണെങ്കിൽ ശാലിനി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ശ്യാമ പിറകെ പോകുന്നുണ്ട്. ശാലിനി വന്ന വണ്ടിയിൽ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തുടർന്നാണെങ്കിൽ രോഹിത്താണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വിഷ്ണുവിനെ എതിർക്കാനും വയ്യ, തല്ല് കിട്ടും എന്നുള്ളത് രോഹിത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ സുസ്മിതയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ ആട്ടം കൺകുളിർക്കെ നിന്ന് കണ്ട് സന്തോഷിക്കുകയാണ് അല്ലേടി എന്ന്. അന്നേരം എത്ര മോശമായതാണെങ്കിലും മുന്നിലെങ്ങോട്ട് ആടുമ്പോൾ അത് കണ്ട് തീർത്തല്ലേ മതിയാകൂ എന്നിങ്ങനെ സുസ്മിത പക്ഷേ വിജയിച്ച ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ മുന്നിൽ നിന്ന് ആടുന്നത് കളക്ടറും സ്പിരിറ്റ് കച്ചവടക്കാരനും ഒക്കെ ആവുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. എന്നെ സ്പിരിറ്റ് കച്ചവടക്കാരനാക്കിയതിന് പിന്നിലുള്ളത് നിനക്ക് ഞാൻ അവധിക്ക് വച്ചിരിക്കുകയാണ്, പക്ഷേ നിനക്കുള്ളത് കൊണ്ടുവരേണ്ടത് വരേണ്ടവർ വന്നു കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴും സുസ്മിത ഇങ്ങനെ സംശയിക്കുകയാണ്. സുസ്മിതയ്ക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ വിഷ്ണു ഇവിടെ പറഞ്ഞു നിർത്തുമ്പോഴേക്ക് അവിടെ ശ്രീരഞ്ജിനിയും പോലീസുകാരൊക്കെ ഈ സത്യഭാമയുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞിരുന്നു.
തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, നിയമത്തിൻ്റെ പണി അത് കഴിഞ്ഞ് നമ്മൾ തമ്മിലൊന്ന് കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുമ്പോൾ ഈ ശ്രീരഞ്ജിനിയും പോലീസുകാരും കൂടി അകത്തേക്ക് കയറി വരികയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, രോഹിത്തുമൊക്കെ. അന്നേരം വിഷ്ണു അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അന്നേരം ഈ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, എന്താ സുസ്മിതയെ കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചവർ പറയുന്നു അത് കൊട്ടേഷൻ കൊടുത്തത് സുസ്മിതയാണ് എന്നുള്ളത്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ഏതോ ഗുണ്ടകൾ നക്കാപ്പിച്ച കാശ് മേടിക്കുന്ന ഗുണ്ടകൾ പറയുന്നത് കേട്ടിട്ട് ഇതിന് വേണ്ടി വന്ന കമ്മീഷണറോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹതാപമൊന്നും പക്ഷേ ആ സഹതാപം എനിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ടേക്ക് കെയർ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ വനിതാ പോലീസുകാർ സുസ്മിതയെ അങ്ങോട്ട് പിടിക്കാൻ വരുമ്പോൾ തൊട്ടു പോകരുത് തന്നെ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ഫോൺ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്നത് പിന്നെ നിൻ്റെ ചിറ്റപ്പനെയല്ലേ, ACP ചന്ദ്രബോസിനെ, അസിസ്റ്റന്റ് കമ്മീഷണറെ. പുള്ളിയാണെങ്കിൽ ഒരു ചെറിയ പണി കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ് കമ്മീഷണർ ഓഫീസിൽ. ഇനി അലറി വിളിച്ചാൽ പോലും പുള്ളി കേൾക്കാനായിട്ട് സാധ്യതയില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയുടെ കിളി പോയി നിൽക്കുകയാണ്. രോഹിത്തിന് ഒന്നും പറയാനാകാതെ ഇങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഉള്ളിക്കുറവൻ കൂവിയാൽ മരണം നടക്കുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കഷ്ടകാലം വരുമ്പോൾ ആരാ കൂവിയത് എന്ന് പോലും പറയത്തില്ല. സുസ്മിത അതൊന്ന് തിരക്കി വെച്ചേക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് സുസ്മിതയ്ക്ക് കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്, എന്നാൽ പിന്നെ പോയാലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു സുസ്മിതയെ അങ്ങോട്ട് പിടിച്ച് തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിനക്ക് തരുന്ന ഒരു സാമ്പിളാണ്, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, പുറകെ ഉണ്ടാകും ഞാൻ, കരുതിയിരുന്നോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിലങ്ങ് വയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. വിലങ്ങ് വയ്ക്കുന്നില്ല, ഈ വനിതാ കോൺസ്റ്റബിൾമാരെ സുസ്മിതയും പിടിച്ചുകൊണ്ട് ശ്രീരഞ്ജിനി അവരെല്ലാവരും പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, അടുത്ത ഊഴം നിനക്കാണ്, കരുതിയിരുന്നോ എന്നിങ്ങനെ കൈ ചൂണ്ടി വിഷ്ണു രോഹിത്തിന് നേരെ കൈ ചൂണ്ടി പറയുന്നുണ്ട്. പക്ഷെ അന്നൊരു ആകെ ദേഷ്യത്തിൽ രോഹിത്ത് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ സീൻ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി താഴെ ചെന്നിട്ട് വിഷ്ണുവിൻ്റെ ആ ഒരു ഡയലോഗ് ഉണ്ട് സുസ്മിതയ്ക്ക് നേരെ. വിഷ്ണുവിൻ്റെ നിയമപുസ്തകത്തിൽ സുസ്മിതയ്ക്കുള്ളത് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നടപ്പിലാക്കാനായിട്ട് ഞാൻ വരും എന്നിങ്ങനെ വിഷ്ണു പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ സുസ്മിത എന്തായാലും ഇവിടെ അറസ്റ്റിലായി കഴിഞ്ഞു. ചന്ദ്രബോസിന് ഒരു ചെറിയ പണി അവിടെ കൊടുത്തിട്ടുണ്ട് ശ്രീരഞ്ജിനി ആണെങ്കിൽ. അപ്പോൾ ഇനി എന്തായാലും ശത്രുക്കളൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഈ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഈ സത്യഭാമയുടെയും ശാരദാമ്മയുടെയും ഒക്കെ കഥയിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. അതിന് എന്താകുമെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.